അമ്പലത്തിൽ പോകുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പ്രായം കൂടുന്തോറും മനസ്സിന് ബലം വന്നിട്ടില്ലെങ്കിൽ, മനസ്സിലായില്ലേ, ഭഗവാൻ തന്നെ കയ്യിൽ കിട്ടിയ 2 തരും നിങ്ങൾക്ക്. കാരണം ഭഗവാൻ പറയുന്നത് എൻ്റെ ഭക്തൻ ഒരിക്കലും തളരുകയില്ല എന്നാണ്. അപ്പൊ നമ്മൾ തളർന്നു കഴിഞ്ഞാൽ ഭഗവാൻ പറയും ഇതെന്റെ ഭക്തനല്ല എന്നുള്ളത്. കൈ ഒഴിയും ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ഭക്തനായിട്ട് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും തളരാതെ, അത് തളരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ തളരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേണ്ടാത്തത് ചിന്തിക്കുമ്പോഴാണ് തളരുന്നത്. ആ സ്ഥലത്ത് എന്ത് വെക്കണം? വേണ്ടാത്ത ചിന്തയ്ക്ക് പകരം എന്ത് വെക്കണം? നാമൊക്കെ ആ സമയത്ത് വരുമോ? നല്ല മുട്ടുവേദനയുള്ള ഒരാൾക്ക് നാമം വരുമോ ആ സമയത്ത്? അതിനാണ് നേരത്തെ തന്നെ നാമജപത്തിന്റെ ഒരു കലവറ എവിടെ ഉണ്ടാവണം? എവിടെ ഉണ്ടാവണം? ഉള്ളിലുണ്ടാവണം. അപ്പൊ ദിവസവും കുറച്ച് സമയം നാമം ജപിച്ച് ഉള്ളിൽ അത്രയും ഒരു സ്റ്റോറേജ് ഉണ്ടാക്കണം.